ഇന്നേ എനിക്ക് നല്ല മുട്ടൻ പണിയായിട്ടാണ്. പൈപ്പ് മുഴുവൻ ബ്ലോക്കായേക്കുക. ഇതിനെന്താ ഒരു മാർഗം എന്ന് നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചപ്പോഴേ അതിനൊരു മാർഗം പറഞ്ഞു തന്നു. ആ മാർഗമാണ് നിങ്ങളൊക്കെ ആ പദ്ധതി സക്സസ് ആവുമെന്ന് നോക്കാൻ പോകും. ചോറും ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റും എല്ലാം കൂടി ആണെന്ന് തോന്നുന്നു മൊത്തം ബ്ലോക്കായി. ഇന്ന് പണി കിട്ടും. ശരിക്കും ബ്ലോക്കായി. ഈ ബ്ലോക്കൊന്ന് മാറ്റാനുള്ള ശ്രമത്തിനാണ് ഞാൻ പൈപ്പൊക്കെ ഇട്ട് നോക്കി. ഒരു രക്ഷയില്ല. ബ്ലോക്ക് എന്ത് ചെയ്താൽ തുറക്കില്ല. നേരത്തെ ബ്ലോക്ക് വന്നപ്പോൾ ഇങ്ങനെ പൈപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് പോയതാ. പക്ഷേ ഇത്തവണ പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തിനെ വിളിച്ച് അപ്പോൾ പുള്ളി ഒരു വിദ്യ പറഞ്ഞു തന്നു. ഡ്രെയിനർ ക്ലീനർ എന്ന് പറഞ്ഞ ഡ്രെയിനേജ് ബ്ലോക്കായത് ഡ്രെയിനർ ക്ലീനർ എന്ന് പറഞ്ഞാൽ ഒരു സാധനം, ഒരു പാക്കറ്റ് 30 രൂപയുള്ളൂ. ഇതിന് ഹെവി ഡ്യൂട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് ഇതിലേക്ക് വരുന്ന പൈപ്പുകളിലെല്ലാം വാഷ് ബേസിനിലും എല്ലാ ഇതിലും കുറേശ്ശേടെ വെള്ളം പൈപ്പിലുള്ളതുകൊണ്ട് വെള്ളത്തിൽ ചേർത്ത് കലക്കി ഒഴിക്കാനാണ് ഇതിൽ പറഞ്ഞേക്കണത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്താ. നമ്മൾ ഈ പൈപ്പിൽ കൂടെ പോകുന്ന എല്ലാ വാഷ് ബേസിനിലും എല്ലാത്തിലും കുറേശ്ശേടെ ഇട്ടിട്ട് ഓണാക്കാമെന്ന് ഓർത്താണ്. എന്തോ പ്രവർത്തനം നടക്കുന്നുണ്ട്. അധികമാണ് അതിൽ. എന്തായാലും അതിലേക്ക് ഇത് 50 ഗ്രാമാണോ ഉള്ളത്. രണ്ട് സ്ഥലത്താണ് ഇത് പൈപ്പ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് സ്ഥലത്തും കുറച്ച് ഒഴിച്ചു നോക്കാം. പൈപ്പിൽ വെള്ളമുള്ളതുകൊണ്ട് എന്താ സംഭവിക്കണേന്ന് നോക്കാം നമുക്ക്. എന്തോ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരു അനക്കമൊക്കെ കാണുന്നുണ്ട്. ബേസിനിലിട്ടടുത്തൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് എല്ലായിടത്തും ഒന്ന് വെള്ളമൊഴിച്ച് എന്തായാലും ഇത് കെമിക്കലാണ്. ഈ കെമിക്കൽ പൈപ്പിനൊക്കെ എത്രമാത്രം നല്ലതാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ബ്ലോക്ക് തുറക്കാൻ വേറെ വഴിയൊന്നും കാണുന്നില്ലാത്തതുകൊണ്ട് ഇത് മേടിച്ച് ഒഴിച്ച്. പൈപ്പിലും വെള്ളം ഇതിൽ തന്നെ ഇരിക്കുകയാണ്. പൊടി അതിൽ ഇട്ടിട്ടുണ്ട്. എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം ഉപയോഗിക്കാനെന്നാണ് ഇതിൽ എഴുതിയാണ്. ഒറ്റ പ്രാവശ്യത്തേക്ക് 1 ടൈം യൂസ് പാക്ക് 50 ഗ്രാമാണ്. മെൽറ്റ് ഗ്രീസ് ആൻഡ് ഹെയർ ക്ലീൻ ബ്ലോക്ക്ഡ് ഡ്രെയിൻ പൈപ്പിൽ ക്ലീൻ ആവുമെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്താ സംഭവിക്കുന്നത്. 10 മിനിറ്റായിട്ടും വലിയ മാറ്റമൊന്നും കാണില്ല. അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ 30 മിനിറ്റ് എന്നാണ് എഴുതിയത്. ഏകദേശം 30 മിനിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. വെള്ളം അതിൽ തന്നെ ഉണ്ട്. ബ്ലോക്ക് തുറന്നിട്ടില്ല. എന്തായാലും 10 മിനിറ്റായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. 15 മിനിറ്റായി. മറ്റേ പൈപ്പിൽ ചെറുതായിട്ട് വെള്ളം ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് തുറക്കായിരിക്കും. എന്തായാലും തുറക്കണോട്ടെ കാണുന്നു. കാരണം നമ്മുടെ സുഹൃത്ത് പറഞ്ഞാൽ അവനൊരു അരമണിക്കൂറിനകം അവൻ്റെ ബ്ലോക്ക് തുറന്നു എന്നാണ്. ഈ ചോറ് പിന്നെ നമ്മൾ ഇടുന്ന മുടിയുടെ ഇതൊക്കെ ആയിട്ടാണ് ബ്ലോക്ക് ആവണത്. ഇതൊരു പണിയാണ്. നേരത്തെയൊക്കെ 1-2 പ്രാവശ്യം വന്നപ്പോൾ പൈപ്പിന് കുത്തിപ്പോകാൻ പോയിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് ഇന്നിത് ഈ കെമിക്കൽ മേടിക്കാൻ കാരണം.
ഒരു 20 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും വെള്ളം ശരിക്കും അങ്ങോട്ട് ഇരുന്നു തുടങ്ങിയിട്ടുണ്ട്. സംഭവം കൊള്ളാമെന്ന് തോന്നുന്നു. പൈപ്പിന് എത്രമാത്രം ദോഷമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വെള്ളം ഇരിക്കുന്നുണ്ട്. ആ, ഇതിൽ പൂർണ്ണമായിട്ട് പോയിട്ടോ. ഈ പൈപ്പിൽ 2 പൈപ്പ് ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ചെന്ന് കൂടുന്നത്. ഏതായാലും ഈ പൈപ്പിൽ പൂർണ്ണമായിട്ടത് പോയി. വാഷ് ബേസിനൊന്ന് ഓൺ ചെയ്ത് നോക്കാം. വെള്ളം താഴേക്ക് വരുന്നു. ബ്ലോക്ക് പോയി. ഏതായാലും ഈ പൈപ്പിൽ ബ്ലോക്ക് പോയി. ഈ പൈപ്പിൽ ബ്ലോക്ക് പൂർണ്ണമായിട്ട് വെള്ളം അങ്ങോട്ട് ഇരുന്നിട്ടില്ല. ഇരിക്കുക. അത്ഭുതം എന്ന് പറയാം. ആ പൈപ്പിൽ ബ്ലോക്ക് പൊളിഞ്ഞു വരുന്നുണ്ട്. ബ്ലോക്ക് പോയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പോയെന്ന് തന്നെ പറയാം. എന്തായാലും ബ്ലോക്ക് മാറിയിട്ടുണ്ട്. ബ്ലോക്ക് പൂർണ്ണമായിട്ട് മാറി. എന്തായാലും അത്ഭുതം എന്ന് പറയാം കേട്ടോ. ബ്ലോക്ക് മാറി. കെമിക്കലിൻ്റെ ഒരു ഗുണമേ.